ഹലോ. അപ്പോൾ ഇന്നലെ സൺഡേ ആയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് പരിപാടിയുണ്ട്. എന്ന് വെച്ചാൽ തമ്മുവിൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഷോപ്പിംഗ് നടത്തണം. അതുമാത്രമല്ല ഇന്ന് ഏട്ടൻ കുറേ കാലമായിട്ട് സൂക്ഷിച്ച് വെച്ചൊരു തുളപ്പട്ടയുണ്ട്, അത് പൊട്ടിക്കണം. അപ്പോൾ എന്ന് വെച്ചാൽ 5-6 കൊല്ലത്തിന് മുകളിലായി ഇത്. അപ്പോൾ എന്ന് വെച്ചാൽ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ഞങ്ങൾ ഒന്ന് മുറിച്ചൊക്കെ നോക്കിയതാണ്. അപ്പോൾ അതെന്തായാലും നടന്നില്ല. കുത്തി പൊളിക്കാൻ നോക്കിയിട്ട് അതും പറ്റിയില്ല കേട്ടോ. പിന്നെ ഏട്ടൻ എന്ത് ചെയ്തു, കത്തിയാൾ ഉപയോഗിച്ച് മെഷീൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ കുത്തിയിട്ട് പൊളിക്കാൻ നോക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ എന്തായാലും അത് പൊളിയിട്ടുണ്ട്. അപ്പോൾ തമ്പുവിന് അത് ആവശ്യമുണ്ട്, തമ്പുവിന് കളിക്കാൻ വേണ്ടി വെച്ചാൽ തമ്പു ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ഇത് മുളേൻ്റെ തുളപ്പട്ടയാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ഏട്ടൻ ഒരുപാട് വർഷമായിട്ട് ഇട്ട് വെച്ചത്. അപ്പോൾ തമ്പു ചില്ലറ പൈസ ഇങ്ങനെ പെറുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് പേടിയായി. എന്ന് വെച്ചാൽ വായിൽ ഇട്ടിട്ടുണ്ടെങ്കിലോ എന്ന് കരുതിയിട്ട് തമ്പുവിനെ പിടിച്ച് വെച്ചതാണ്. തമ്പുവാണെങ്കിൽ അടങ്ങിയിരിക്കുന്നേരുന്നല്ലോ, തമ്പുവിന് ആ പൈസ എടുത്തേ തീരുന്നുള്ളൊരിതായിരുന്നു. അപ്പോൾ ഞാൻ തമ്പുവിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് മാറിയിരുന്നതാണ്. അപ്പോൾ ഏട്ടൻ ആ പൈസ എണ്ണുന്നുണ്ട്. ഒരു എത്ര പൈസ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1400 സംതിങ് രൂപ കിട്ടി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്നതാണ്. അപ്പോൾ ഞാനും തമ്പു ഏകദേശം ഒരുപോലത്തെ ഡ്രസ്സാണ്, ഏട്ടന് വേറെയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കളിയാക്കുന്നതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഏട്ടന് ഡ്രസ്സ് മാറാൻ പോവുകയാണ്. ഏട്ടൻ ഇങ്ങനെ കുട്ടീനെ ഇടങ്ങാറാക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്നതാണ്. ഞാനും ഏട്ടനും അമ്മയാണ് പോകുന്നത്. നമ്മൾ ആദ്യം തമ്പുവിന് ഡ്രസ്സ് എടുക്കാമെന്ന് കരുതി കേട്ടോ. ഡ്രസ്സ് എടുത്തിട്ട് നമുക്ക് തമ്പുവിനുള്ള വേറെ ഐറ്റംസൊക്കെ വാങ്ങാമെന്ന് കരുതി. പിന്നെ തമ്പു ട്രൗസർ ഇട്ടില്ല കേട്ടോ, പാമ്പേഴ്സ് പോകുന്ന വഴിക്ക് വാങ്ങാമെന്ന് കരുതിയിട്ട് ട്രൗസർ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയ ഷോപ്പാണിത് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ തന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാളിൽ പോയി. അപ്പോൾ ഡൗൺ ടൗൺ മാളിലാണ് പോയത്. അപ്പോൾ അവിടെ ഈ കാറിൻ്റെ ഒക്കെ എക്സ്പോ ഉണ്ടായിരുന്നേ. അപ്പോൾ ആ എക്സ്പോയിൽ തമ്പുവിന് ജസ്റ്റ് ഒന്ന് ഇരുത്തിച്ച് നോക്കിയതാണ്, ഓടിക്കുമോ എന്നറിയില്ല, എന്നാലും നമ്മൾ ജസ്റ്റ് ഇരുത്തിച്ച് നോക്കിയപ്പോൾ തമ്പു അടങ്ങിയിരിക്കുന്നത് കണ്ടിട്ട് ഒരാഗ്രഹം കൊണ്ട് നമ്മൾ ജസ്റ്റ് അത് ഓടിച്ചു നോക്കാമെന്ന് കരുതിയതാണ് കേട്ടോ. അപ്പോൾ തമ്പു എന്തായാലും നല്ല സൂപ്പറായിട്ട് ഇരുന്ന് തന്നിട്ടുണ്ട്, അവന് ഇഷ്ടമായി എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഇങ്ങനത്തെ ഒരു കാറ് വാങ്ങണമെന്ന് കരുതിയിട്ടായിരുന്നു ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാമെന്ന് കരുതിയിട്ട് ആ മാളിൽ ഫുള്ള് നമ്മൾ ഓടിച്ച് നടക്കുകയായിരുന്നു. എന്തായാലും തമ്പുവിന് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ഇതുവരെ ഇവനിങ്ങനെ അടങ്ങിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ തമ്പു ഇതിങ്ങനെ അടങ്ങിയിരുന്ന് തന്നിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഇടക്കിടക്ക് നോക്കിയിട്ട് ചിരിക്കുന്നുമുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് തമ്പുവിന് ചെറിയ ചെറിയ ടോയ്സോ ഡ്രസ്സോ അങ്ങനത്തെ എന്തെങ്കിലും നോക്കാമെന്ന് കരുതി ബേബി കെയറും അതുപോലെ തന്നെ ഫസ്റ്റ് ക്രൈ അവിടെയെല്ലാം പോയിട്ട് നോക്കുന്നതാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടികളെ ബേബി കെയറാണ്. അപ്പോൾ അവിടെ കുട്ടികളെ കളിക്കേണ്ടത്, അതുപോലെ തന്നെ ഡ്രസ്സ് ഐറ്റംസ് അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തത്. അപ്പോൾ അവിടെ കുട്ടികളിങ്ങനെ ഇരിക്കുന്ന ടോയ്സ്, അതുപോലെ തന്നെ വോക്കർ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. അപ്പോൾ ഒരു ബന്ധപ്പെട്ട എല്ലാ സാധനത്തിലും നമ്മൾ തമ്പുവിനെ കയറ്റി ഇരുത്തിച്ച് നോക്കിയില്ലേ, ജസ്റ്റ് ഒരു തമാശയിലെന്ന് കരുതിയിട്ട് എല്ലാ സാധനങ്ങളിലും കയറ്റി ഇരുത്തിച്ച് നോക്കിയിട്ട് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും തന്നെയായിരുന്നു മെയിൻ പരിപാടി. അപ്പോൾ ആശാന് ചെറിയ വിശപ്പ് തട്ടിയോണ്ട് ഇടയ്ക്ക് ചിണുങ്ങിയാൻ കാര്യം ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ടല്ലോ തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വണ്ടി നിർത്തി കണ്ടപ്പോൾ ഒരു യൂട്യൂബറെ കാറിങ്ങനെ കണ്ടു. അപ്പോൾ അതിലിങ്ങനെ നോക്കി. പിന്നെ ഞങ്ങൾ കഴിച്ചത് പൊറോട്ട റോളാട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് തമ്പു ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.